Hello all, and welcome to IELTS Preparation by Sodaju. This is Alvin, and in today's session we will discuss some remaining topics of IELTS Writing Task 1 Process Diagram. അപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറച്ച് സെഷൻസ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഈ ഒരു പ്രോസസ് ഡയഗ്രാം, ഈ ഒരു ടൈപ്പ് എന്താണെന്നും അതെങ്ങനെയാണ് അതിന്റെ അനാലിസിസ് കാര്യങ്ങളൊന്നും അതിന്റെ ഓരോ പാരഗ്രാഫ്സ് എങ്ങനെ എഴുതാമെന്ന ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ വെച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നമ്മളൊരു ഇവിടെ ഡിസ്കസ് ചെയ്ത സാമ്പിൾ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു മാൻമെയ്ഡ് പ്രോസസ്സിന്റെ ഒരു പാർട്ടിൽ വരുന്ന ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് തരുമ്പോൾ എങ്ങനെ എഴുതാമെന്നാണ് നമ്മൾ കണ്ടത്. ദെൻ ഈ ഒരു സെഷനിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യാത്ത മറ്റൊരു ടൈപ്പ്, ദാറ്റ് ഈസ് മാൻമെയ്ഡ് പ്രോസസ്സിൽ തന്നെ ഒരു മാനുഫാക്ചറിങ് പ്രോസസ്. അപ്പൊ അതിന്റെ ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ എടുക്കുന്നു, അത് എങ്ങനെയാണ് അതിന്റെ ഒരു സ്ട്രക്ചർ വരാമെന്നും ഡീറ്റെയിലിംഗ് എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വരും സെഷനുകളിൽ നമുക്ക് മറ്റു ടൈപ്സ്, ദാറ്റ് ഈസ് നാച്ചുറൽ പ്രോസസ്സും ദെൻ ഒരു ലൈഫ് സൈക്കിൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ദെൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്ക്രീൻ കാണാം. നമ്മൾ ഈ ഒരു സെഷനിൽ കവർ ചെയ്യാൻ പോകുന്നത് ഒരു മാനുഫാക്ചറിങ് പ്രോസസ് ഓഫ് എ ബ്രിക്സിന്റെ മാനുഫാക്ചറിങ് പ്രോസസ് ആണ് നമ്മൾ കവർ ചെയ്യുന്നത്. ദെൻ അതിന്റെ ഒരു ഫിഗർ നമുക്ക് സ്ക്രീൻ കാണാം. വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുക. നമ്മൾ അനാലിസിസ് വീഡിയോയിൽ കവർ ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ട്. ദാറ്റ് ഈസ് ഇനി ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു ഗ്രാഫിക് നമുക്ക് കിട്ടുമ്പോൾ, ഈ ഒരു പ്രോസസ് ഡയഗ്രത്തിലെ ഒരു ഗ്രാഫിക് നമുക്ക് കിട്ടുമ്പോൾ എന്തൊക്കെ നോക്കണം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു. ദാറ്റ് ഈസ് റോ മെറ്റീരിയൽസ് എന്താണ്, ഫസ്റ്റ് സ്റ്റേജിലുള്ള റോ മെറ്റീരിയൽസ് നമ്മൾ നോക്കണം. ദെൻ ഒരു ലീനിയർ ആണോ ഒരു സൈക്ലിക്കൽ പ്രോസസ് ആണോ നോക്കുക. പൊതുവെ നമ്മൾ പറഞ്ഞിരുന്നു മാനുഫാക്ചറിങ് പ്രോസസ് ഒക്കെ മിക്കതും ലീനിയർ പ്രോസസ് ആണ് തന്നെയാണ് ഉണ്ടാവുക. ദെൻ റോ മെറ്റീരിയൽസ് നമുക്ക് നോക്കുക. എന്താണ് റോ മെറ്റീരിയൽ? The first stage we can see a digger is digging some clay. Then a clay ആണ് പിന്നീട് യൂസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ റോ മെറ്റീരിയൽ ക്ലേ ആണെന്ന് നമുക്ക് മനസ്സിലായി. ദെൻ എൻ പ്രോഡക്റ്റ് നോക്കുക. എന്താണ് എൻ പ്രോഡക്റ്റ്? ഡെലിവറി, അല്ലെങ്കിൽ അതിന് മുമ്പ് നമുക്ക് കാണാം പാക്കേജിംഗ് ഓഫ് ബ്രിക്സ്. ഇപ്പോൾ ബ്രിക്സ് ആണ് നമ്മുടെ എൻ പ്രോഡക്റ്റ്. നമ്മുടെ ഇവിടെ ഉണ്ടാക്കുന്നത് ബ്രിക്സ് തന്നെയാണ്. അപ്പോൾ അതിന് നമ്മൾ ആദ്യം നോക്കി റോ മെറ്റീരിയൽ, ദെൻ എൻ പ്രോഡക്റ്റ് നമ്മൾ നോക്കി. ദെൻ നമ്മൾ ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം നമ്പർ ഓഫ് സ്റ്റേജസ്. ഇവിടെ ഏതൊക്കെ സ്റ്റേജസ് ആണ് നമ്മൾ നോക്കുന്നതാണ്. നമുക്ക് കാണാം ഫസ്റ്റ് സ്റ്റേജ്, ദാറ്റ് ഈസ് റോ മെറ്റീരിയൽസ് നമ്മൾ ക്ലേ ഡിഗ് ചെയ്തെടുക്കുന്ന ഒരു സ്റ്റേജ് ആണ്. ദെൻ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് റോളർ ആൻഡ് മെറ്റൽ ഗ്രിഡ്. അപ്പൊ ഈ മെറ്റൽ ഗ്രിഡിൽ ഈ എടുക്കുന്ന ക്ലേസ് നമ്മൾ ഇട്ടിട്ട് റോൾ ചെയ്തെടുക്കുന്ന പ്രോസസ് ആണ് നമുക്ക് മനസ്സിലായി. ദെൻ വാട്ട്സ് തേർഡ് സ്റ്റെപ്പ്? there is a sand and water is mixed with the clay that comes out of the റോളറിൽ നിന്ന് വരുന്ന ഒരു ക്ലേ നമ്മൾ സാൻഡും വാട്ടറും യൂസ് ചെയ്ത് മിക്സ് ചെയ്യുന്നുണ്ട്. Then as a wire cutter we can see there is a wire cutter which cuts the bricks, and also we can see a mold. Okay, appo aa oru stage namukku kanam, that's the third stage. Then we can see a drying oven. നമുക്ക് അവിടെ ടൈമിംഗ് എഴുതിയിട്ടുണ്ട്, that is 24 to 48 hours. അത്രയും നേരം ഈ ഡ്രൈയിങ് ഓവൻ വെക്കുന്നു. Then നമുക്ക് എന്ത് കാണാം? ഇറ്റ്സ് മൂവ് ടു a chamber. First the temperature നമുക്ക് നോക്കാം 200 degree Celsius ആണ് to almost 980 degree Celsius. അത്രമാത്രം ഹീറ്റ് ചെയ്യുന്നുണ്ട്. Then ഹയർ ടെമ്പറേച്ചർ ലെവലിലേക്ക് മാറ്റുന്നു, അതായത് 870 to 1300 ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറ്റുന്നു. ദെൻ ഈ വരുന്ന ഒരു സ്ട്രക്ചറിനെ, വരുന്ന ഒരു ബ്രിക്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? കൂളിംഗ് ചേമ്പറിലേക്ക് മാറ്റുന്നു. ദെൻ ഒരു 48 to 72 hours കൂളിംഗ് ചേമ്പറിൽ വെച്ച് കൂൾ ചെയ്യുന്ന പ്രോസസ് ആണ്. അപ്പൊ അങ്ങനെ വന്ന് ദെൻ നമുക്ക് ഒരു ഫൈനൽ പ്രൊഡക്റ്റ് നമുക്ക് കിട്ടുന്നു. ദെൻ പാക്കേജിംഗ് ആൻഡ് ഡെലിവറി ഓഫ് ദ പ്രൊഡക്റ്റ് ഈസ് ഹാപ്പനിങ്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഒരു സ്റ്റേജസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ആ ഒരു ഗ്രാഫിക്കിൽ നിന്ന് മനസ്സിലാവുന്ന കുറച്ച് കാര്യങ്ങൾ. ദെൻ നമുക്ക് നമ്മുടെ ആൻസർ നമുക്ക് നോക്കാം. നമ്മുടെ സ്ട്രക്ചർ ഒക്കെ സെയിം തന്നെ, ദാറ്റ് ഈസ് ഇൻട്രൊഡക്ഷൻ, ഓവർവ്യൂ, ദി ബോഡി പാരഗ്രാഫ് 1 ആൻഡ് ബോഡി പാരഗ്രാഫ് 2. എന്താണ് ഇൻട്രൊഡക്ഷൻ പറയുന്നത്? ദി ഡയഗ്രാം എക്സ്പ്ലെയിൻസ് ദ വേ ഇൻ വിച്ച് ബ്രിക്സ് ആർ യൂസ്ഡ് ഓർ മെയ്ഡ് ഫോർ ദി ബിൽഡിംഗ് ഇൻഡസ്ട്രി. അപ്പോൾ എങ്ങനെയാണ് ഒരു ബ്രിക്സ് ഉണ്ടാകുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. നമ്മൾ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫിൽ പറഞ്ഞു വെച്ചു, വിച്ച് വിൽ ബി നെസസറിലി ബി ദി പാരഫ്രൈസ് ഓഫ് ദ ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ്. ദെൻ ഓവറോൾ പാരഗ്രാഫ് എന്ന് പറയുന്നത് നോക്കാം. Overall, there are 7 stages in the process, beginning with the digging of clay and culminating in delivery. അപ്പോൾ നമ്മൾ ഓവർവ്യൂ പാരഗ്രാഫിൽ എന്താണെന്ന് പറഞ്ഞു വെക്കുന്നു. ഇവിടെ ബേസിക്കലി എല്ലാ ഓവർവ്യൂ പാരഗ്രാഫുകളിലും നമ്മുടെ ഒരു മാനുഫാക്ചറിങ് പ്രോസസ്സായിട്ട് ബന്ധപ്പെട്ട ഏതിലും നമുക്ക് എഴുതേണ്ട 2 കാര്യങ്ങളുണ്ട്. ഒന്ന് നമ്പർ ഓഫ് സ്റ്റേജസ്, ആൻഡ് 2 ദി എൻഡ് ആൻഡ് ദ സ്റ്റാർട്ടിംഗ് ആൻഡ് ദി എൻഡ്. അപ്പൊ നമ്മളിവിടെ എന്താ എങ്ങനെ പറയുന്നത്? ബിഗിനിങ് വിത്ത് ദ ഡിഗിങ് ഓഫ് ക്ലേ ആൻഡ് കൾമിനേറ്റിംഗ് ഇൻ ഡെലിവറി നമ്മൾ പറയുന്നു. അപ്പൊ ആ ഒരു സ്റ്റാർട്ട് എഴുതുന്നു, ടച്ച് ചെയ്ത് വിടുന്നു. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതാണ് നമ്മുടെ ഒരു ഓവർവ്യൂ പാരഗ്രാഫിന്റെ സ്ട്രക്ചർ. ദെൻ ഫസ്റ്റ് ബോഡി പാര ആൻഡ് സെക്കൻഡ് ബോഡി പാര. അതെങ്ങനെയാണ് എഴുതിയേക്കുന്നത് നോക്കുക. നമ്മൾ ബേസിക്കലി ഈ ഒരു ബോഡി പാരഗ്രാഫ്സിലേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ എഴുതുന്ന ഒരു ഫുൾ പ്രോസസ് ആണ്. സ്റ്റേജ് ബൈ സ്റ്റേജ് ഒന്ന് എക്സ്പ്ലനേഷൻ ആണ് പോകുന്നത്. ദെൻ വി യൂസ് എ ലോട്ട് ഓഫ് കണക്ടേഴ്സ് ഇൻ ബിറ്റ്വീൻ. ഏതൊക്കെയാണെന്ന് നോക്കുക. ടു ബിഗിൻ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഫസ്റ്റ് സ്റ്റേജ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് വിടുന്നു. ദെൻ നമുക്ക് കാണാമായിരിക്കും അവിടെ ഇറ്റ് ഈസ് ഡൺ എന്നൊക്കെ പറയുന്നു. ദെൻ ഫോളോയിങ് ദിസ്, നെക്സ്റ്റ്, അങ്ങനെ നമുക്ക് പല വേർഡ്സ് നമുക്ക് കാണാം. ഇതിന്റെ സബ്സിക്വൻസ് ചെയ്യുന്നൊക്കെ നമുക്ക് കാണാം. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു ബോഡി പാരഗ്രാഫിന്റെ 2 ബോഡി പാരഗ്രാഫ്സിന്റെ ഒരു സ്ട്രക്ചർ. നമ്മൾ തന്നെ ഒന്ന് ഡയഗ്രാം നമ്മൾ നോക്കി, എന്തൊക്കെ സ്റ്റേജുകൾ നോക്കി, 1 by 1 എഴുതി പോകുന്ന രീതിയാണ്.
Then നമുക്ക് നോക്കാം ഫസ്റ്റ് ബോഡി പാരഗ്രാഫ്. ടു ബിഗിൻ എന്ന് പറഞ്ഞ ഫസ്റ്റ് കാര്യം പറയുന്നു. ദ ക്ലേ ഈസ് യൂസ്ഡ് ടു മേക്ക് ബ്രിക്സ്. ദ ക്ലേ യൂസ്ഡ് ടു മേക്ക് ദ ബ്രിക്സ് ഈസ് ഡഗ് അപ്പ് ഫ്രം ദ ഗ്രൗണ്ട് ബൈ ലാർജ് ഡിഗർ. ഫസ്റ്റ് സ്റ്റേജ് നമ്മൾ പറയുന്നു ഡിഗർ യൂസ് ചെയ്ത് ഡിഗ് ചെയ്തെടുക്കുന്നു. Then the clay is then placed into a metal grid which is used to break up the clay into smaller pieces. അപ്പോൾ സെക്കൻഡ് സ്റ്റേജ് കാര്യം ഇറ്റ് ഇസ് ദെൻ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ്. അപ്പോൾ മെറ്റൽ ഗ്രിഡ് വെക്കുന്ന കാര്യവും ദെൻ റോളറിന്റെ കാര്യമൊക്കെ സംസാരിക്കുകയാണ്. റോളർ ദെൻ അസിസ്റ്റ് ഇൻ ദിസ് പ്രോസസ് നമ്മൾ റോളറിന്റെ കാര്യം പറഞ്ഞു വെക്കുന്നു. ഓക്കെ, ദെൻ ഫോളോയിങ് ദിസ്, ഈ ഒരു ഫ്രേസ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫോളോയിങ് ദിസ് സാൻഡ് ആൻഡ് വാട്ടർ ആർ ആഡഡ് ടു ദി ക്ലേ ആൻഡ് ദിസ് മിക്സ്ചർ ഇസ് ടേൺഡ് ഇൻ ടു ബ്രിക്സ് ബൈ ഐദർ പ്ലേസിംഗ് ഇറ്റ് ഇൻ ടു എ മൗൾഡ് ഓർ യൂസിങ് എ വയർ കട്ടർ. അപ്പോൾ നെക്സ്റ്റ് സ്റ്റേജിനെ കുറിച്ച് സംസാരിച്ചു പോകുന്നു. ഫോളോയിങ് എന്നുള്ള വാക്കൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്രേസ്. ദെൻ നെക്സ്റ്റ് എന്നുള്ള ഫ്രേസ് ഒക്കെ യൂസ് ചെയ്ത് നമ്മൾ പറയുന്നു ദീസ് ബ്രിക്സ് ആർ പ്ലേസ്ഡ് ഇൻ എൻ ഓവൻ ടു ഡ്രൈ ഫോർ 24 to 48 hours. ദെൻ അടുത്ത സ്റ്റേജിനെ കുറിച്ച് പറയുകയാണ്. നെക്സ്റ്റ് എന്നുള്ള ഫ്രേസ് ഒക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ദെൻ എന്ത് പറയുന്നു, ഇൻ ദ സബ്സിക്വന്റ് സ്റ്റേജ് ദ ബ്രിക്സ് ഗോ ത്രൂ എ ഹീറ്റിംഗ് ആൻഡ് കൂളിംഗ് പ്രോസസ്. അപ്പോൾ അടുത്ത സ്റ്റേജിനെ കുറിച്ച് നമ്മൾ മെൻഷൻ ചെയ്യണം. ഇതൊക്കെ നമുക്ക് ആ ലേബിൾസിൽ നിന്ന് മനസ്സിലാവുന്നത് സ്റ്റേജ് ബൈ സ്റ്റേജ് എന്തൊക്കെയാണ് സംഭവിക്കുക എന്നുള്ളത്. ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓരോ കാര്യങ്ങളും നോക്കി നമുക്ക് മനസ്സിലാകാന്നുള്ളത്. ദെൻ അടുത്ത എന്ത് പറയുന്നു, ദേ ആർ ഹീറ്റഡ് ഇൻ എ കിൻ അറ്റ് എ മോഡറേറ്റ് ആൻഡ് ദെൻ ഹൈ ടെമ്പറേച്ചർ റേഞ്ചിങ് ഫ്രം 200 to 1300 degrees Celsius. നമ്മൾ ഓൾറെഡി ഒരു ഗ്രാഫിക്കിലുള്ള കാര്യമാണ്. ദെൻ ഫോളോഡ് ബൈ എ കൂളിംഗ് പ്രോസസ് ഇൻ എ ചേംബർ ഫോർ 2 to 3 days. അപ്പോൾ ഈ ഒരു 48 to 72 hours എന്നുള്ള റിപ്പീറ്റേഷൻ ഒഴിവാക്കിയിട്ടാണ് നമ്മൾ ഇൻ ടേംസ് ഓഫ് ഡേയ്സ് ദാറ്റ് ഇസ് 2 to 3 days നമ്മൾ പറയുകയാണ്. അങ്ങനെ നമ്മൾ പാരഫ്രൈസിങ് ചെയ്യുന്നു. ദെൻ ഫൈനലി ദ ബ്രിക്സ് ആർ പാക്ഡ് ആൻഡ് ഡെലിവേർഡ് ടു ദ ഡെസ്റ്റിനേഷൻസ്. അപ്പോൾ ഫൈനൽ നമ്മുടെ ലാസ്റ്റ് സ്റ്റേജ് ഒക്കെ നമുക്ക് ഈ ഒരു ഇതൊക്കെ യൂസ് ചെയ്യാം. ഫൈനലി ദ ബ്രിക്സ് ആർ റൈറ്റ് നമുക്ക് പറയാം. പാക്ഡും ഡെലിവറി കാര്യങ്ങൾ അവിടെ പറഞ്ഞു വെക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ട്രക്ചർ. ബോഡി പാരഗ്രാഫ്സ് നമ്മൾ എന്ത് ചെയ്തു, പല പല വേർഡ്സ് പല പല ഫ്രേസസ് യൂസ് ചെയ്തിട്ടാണ് സ്റ്റേജ് ബൈ സ്റ്റേജ് എക്സ്പ്രഷൻ പോകുന്നത്. ദ ഫസ്റ്റ് സ്റ്റേജ് നമുക്ക് എന്ത് ചെയ്യാം, ടു ബിഗിൻ വിത്ത് യൂസ് ചെയ്യാം. ഫൈനൽ സ്റ്റേജ് നമുക്ക് ഫൈനലി എന്നൊക്കെ പറഞ്ഞ് സ്റ്റാർട്ട് യൂസ് ചെയ്യാം. ദെൻ ഇടയ്ക്കിടയ്ക്ക് നെക്സ്റ്റ് ഫോളോയിങ് ദിസ് ദെൻ ഇൻ ദ സബ്സിക്വന്റ് സ്റ്റേജ്. അപ്പൊ അങ്ങനെ അങ്ങനെയൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കണക്ട് ചെയ്താണ് ഈ ഒരു ആൻസർ ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു മാനുഫാക്ചറിങ് പ്രോസസ്സിന്റെ ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്ത് എങ്ങനെയാണ് ഈ ഒരു മാനുഫാക്ചറിങ് പ്രോസസ് അറ്റംപ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത്. ഇവിടെ നമുക്ക് പല ഐറ്റംസിന് മാനുഫാക്ചർ നമുക്ക് കിട്ടും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ടൈപ്പ് നമുക്ക് നെക്സ്റ്റിൽ ഡിസ്കസ് ചെയ്യാം.